നമ്മൾ ഇന്റലിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള പ്രോസസ്സേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സിന് മുമ്പ് 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറിൽ നമ്മൾ ഇന്റലിൻ്റെ 80386 1986 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. അതായത് 32 ബിറ്റ് ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. ദെൻ ഡാറ്റാ ബസ് 32 ബിറ്റ് ആണ്, അഡ്രസ് ബസ് 32 ബിറ്റ് ആണ്. 32 ബിറ്റ് അഡ്രസ് ബസ് ആയതുകൊണ്ട് 2^32. ദാറ്റ് മീൻസ് വി കുഡ് അഡ്രസ് 4 GB ഓഫ് മെമ്മറി. ദെൻ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കൗണ്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 16 MHz to 33 MHz ഈ റേഞ്ചിലാണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരിക. ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. 80386DX, 80386SX, 80386SL ഇത്രയും ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് വരുന്നത്. ദെൻ 80486 1989 80486 വരുന്നത്. 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇറ്റ് ഹാഡ് 1.2 million ട്രാൻസിസ്റ്റേഴ്സ്. ക്ലോക്ക് സ്പീഡ് റേഞ്ചസ് ഫ്രം 16 MHz to 100 MHz. Okay. Then different versions are 80486DX, then SX, DX2, SL, and DX4. Okay. So 8 KB of cache memory was introduced. Cache memory size എന്ന് പറയുന്നത് 8 KB ആണ്. Then Intel Pentium processor വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സറാണ് Intel Pentium processor. ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ 80586 എന്നാണ്. പക്ഷേ അത് ഇന്റൽ പെൻഡിയം എന്ന് പറയുന്ന പേരിലാണ് അത് പോപ്പുലർ ആയിരിക്കുന്നത്. 1993 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ക്ലോക്ക് സ്പീഡ് 66 MHz ആണ്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ഡാറ്റാ ബസ് ഈസ് 32 ബിറ്റ് ആൻഡ് അഡ്രസ് ബസ് ഈസ് 32 ബിറ്റ്. ഇറ്റ് കുഡ് അഡ്രസ് 4 GB ഓഫ് മെമ്മറി. ദെൻ ഇറ്റ് കുഡ് എക്സിക്യൂട്ട് 110 million ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ക്യാഷ് മെമ്മറിയുടെ കേസ് പറഞ്ഞാൽ 8 KB ക്യാഷ് മെമ്മറി ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും 8 KB ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ക്യാഷ് മെമ്മറി ഉണ്ടായിരുന്നു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും ആൻഡ് ഫോർ ഡാറ്റ. ദെൻ ദിസ് ഈസ് ദി ഇന്റൽ പെൻഡിയം പ്രോ പ്രോസസ്സർ. ഓക്കെ. ഇറ്റ് വാസ് പ്രൈമർലി യൂസ്ഡ് ഇൻ സെർവർ സിസ്റ്റംസ്. സെർവർ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ട് ഇന്റൽ ഡെവലപ്പ് ചെയ്ത പ്രോസസ്സറാണ് പെൻഡിയം പ്രോ എന്ന് പറയുക. 1995 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. L2 ക്യാഷിൻ്റെ സൈസ്, ലെവൽ 2 ക്യാഷിൻ്റെ സൈസ് 256 KB ആണ്. 21 million ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ പാക്കേജിനകത്ത്, IC പാക്കേജിനകത്ത്. L2 ക്യാഷ് എന്ന് പറഞ്ഞാൽ 256 KB ആണ്. ദെൻ ഇന്റൽ പെൻഡിയം 2 പ്രോസസ്സർ 1997 വരുന്നത്. 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 233 to 500 MHz ആണ് ക്ലോക്ക് സ്പീഡ്. could execute 333 million instructions per second. Then MMX technology was supported. Multimedia capability ആണ് MMX എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഓഡിയോ വീഡിയോ പോലുള്ള ഫീച്ചേഴ്സ്, അതാണ് MMX എന്ന് പറയും. സോ MMX സപ്പോർട്ട് ഉണ്ടായിരുന്ന പ്രോസസ്സറാണ് പെൻഡിയം 2 പ്രോസസ്സർ. L2 ക്യാഷ് ആൻഡ് പ്രോസസ്സർ വെയർ ഓൺ വൺ സർക്യൂട്ട്. ഇപ്പം നമുക്ക് ഈ പാക്കേജ് നോക്കി അറിയാം. ഇന്റൽ പെൻഡിയം 2ൻ്റെ പാക്കേജ് മൈക്രോ പ്രോസസ്സറും L2 ക്യാഷ് ഈ ഒരൊറ്റ പാക്കേജിലാണ് വരുന്നത്. നേരത്തെയൊക്കെ L2 ക്യാഷ് മദർ ബോർഡിൽ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിനകത്ത് L2 ക്യാഷും കൂടെ പ്രോസറിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതാണ് ഈ ഒരൊറ്റ പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊരു ആഡോൺ കാർഡ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ എഡ്ജ് ചിപ്പ് കാർട്രിഡ്ജ് എന്ന് പറയും. ഇതിനെ നമ്മൾ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യും. സാധാരണ മദർ ബോർഡിൽ പ്രോസസ്സർ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ സോക്കറ്റിൽ. ഇത് പക്ഷേ നമ്മൾ ഒരു മദർ ബോർഡിൽ ഒരു സ്ലോട്ട് കാണും. ആ സ്ലോട്ടിലേക്ക് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും. അതായത് നമുക്ക് ഈ ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രോസസ്സർ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം മദർ ബോർഡിൽ നിന്ന്. ഓക്കെ. അതാണ് ഈ പാക്കേജിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ഇന്റൽ പെൻഡിയം 2 Xeon സെർവർ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സറാണ് ഇന്റൽ പെൻഡിയം 2 Xeon. 32 ബിറ്റ് ആണ്. ദെൻ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 400 MHz to 450 MHz ആണ്. L1 ക്യാഷ് 32 KB ആൻഡ് L2 ക്യാഷ് 512 KB, 1 MB or 2 MB. ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് കുഡ് വർക്ക് വിത്ത് 4 Xeons ഇൻ സെയിം ടൈം. മൾട്ടി പ്രോസസ്സിംഗ് ആയിട്ട് 4 പ്രോസസ്സറുകളായിട്ട് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ. ദെൻ ഇന്റൽ പെൻഡിയം 3 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. 500 MHz to 1.4 GHz ആണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ്. 9.5 million ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ദെൻ ഇൻ്റൽ പെൻറ്റിയം 4 പ്രോസർ. ഇൻ്റൽ പെൻറ്റിയം 4 2000-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ്റൽ പെൻറ്റിയം 4 32 ബിറ്റ് മൈക്രോ പ്രോസറാണ്. ക്ലോക്ക് സ്പീഡ് ranges between 1.3 GHz to 3.8 GHz. Then L1 cache 32 KB and L2 cache 256 KB. Then it contains 42 million transistors. ഈ IC-ക്കകത്ത് 42 million transistors ഉണ്ട്. All internal connections were made from aluminum to copper. അതായത് ഈ IC-ക്കകത്തുള്ള കണക്ഷൻസ് അലുമിനിയത്തിന് പകരം കോപ്പർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഐസിസ് എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കൺ പോലുള്ള വേഫേഴ്സിൽ നിന്നാണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് ആണ് ഈ IC എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ദി ഇൻ്റൽ ഡ്യുവൽ കോർ പ്രോസർ. ഇൻ്റൽ ഡ്യുവൽ കോർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2006. ഇറ്റ് ഈസ് 32 ബിറ്റ് ഓർ 64 ബിറ്റ് മൈക്രോ പ്രോസർ. രണ്ട് രീതിയിലും അവൈലബിൾ ആണ്. 32 ബിറ്റ് പ്രോസറും അവൈലബിൾ ആയിരുന്നു ആൻഡ് ഓൾസോ അവൈലബിൾ ഇൻ 64 ബിറ്റ് വെർഷൻ. 2 കോർ ഉണ്ടായിരുന്നു. ഇൻ്റലിൻ്റെ ഡ്യുവൽ കോർ പ്രോസറിനകത്ത് 2 കോർ ഉണ്ട്. ഇപ്പോൾ 2 കോർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി അവിടെ 2 കോർ, അതായത് 2 പ്രോസസ്സർ. ഇത് ഒറ്റ പാക്കേജിനകത്ത് തന്നെ നമുക്ക് 2 പ്രോസസ്സറിൻ്റെ ഫീച്ചേഴ്സ് കിട്ടും. ഓക്കെ, അതിനെയാണ് ഡ്യുവൽ കോർ എന്ന് പറയുക. ഒരു IC പാക്കേജിനകത്ത് ഫിസിക്കലി 2 പ്രോസസ്സർ, അതിനെയാണ് ഡ്യുവൽ കോർ എന്ന് പറയുക. ബോത്ത് ദി കോർസ് ഹാവ് ദെയർ ഓൺ ഇന്റേണൽ ബസ് ആൻഡ് L1 ക്യാഷ് ബട്ട് ഷെയർ ദി എക്സ്റ്റേണൽ ബസ് ആൻഡ് L2 ക്യാഷ്. അതായത് ഇതിനകത്ത് 2 പ്രോസസ്സർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 2 പ്രോസസ്സറിനും L1 ക്യാഷ് സെപ്പറേറ്റ് ആയിരിക്കും. രണ്ടിനും അതിൻ്റേതായ L1 ക്യാഷ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ L2 ക്യാഷ് കോമൺ ആയിരിക്കും. ഓക്കെ, L2 ക്യാഷ് കോമൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2 പ്രോസസ്സറിനും L2 ക്യാഷ് ഷെയർ ചെയ്യേണ്ടി വരും. ഇറ്റ് സപ്പോർട്ടഡ് സൈമിൾട്ടേനിയസ്ലി മൾട്ടി ത്രെഡിംഗ് ടെക്നോളജി. മൾട്ടി ത്രെഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സിംഗ് ഫീച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ടെക്നോളജിയാണ്. നമുക്ക് അറ്റ് എ ടൈം മോർ ദാൻ 1 ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുക. ഓക്കെ, സോ അതാണ് SMT, മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അഡോബ് ഫോട്ടോഷോപ്പ് സപ്പോർട്ടഡ് SMT. മൾട്ടി ത്രെഡിംഗ് സപ്പോർട്ടുള്ള സോഫ്റ്റ്വെയർസോ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം മോർ ദാൻ ടാസ്കുകൾ അതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുക. ഇതാണ് ഒരു ഡ്യുവൽ കോർ CPU-ൻ്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞല്ലോ ഡ്യുവൽ കോർ CPU ഇത് ഒരൊറ്റ പാക്കേജാണ്, ഇതൊരൊറ്റ IC പാക്കേജാണ്, സിംഗിൾ IC പാക്കേജാണ്. ഓക്കെ, ഇതിനകത്ത് CPU കോർ 2 CPU കോർ ഉണ്ടായിരിക്കും. 2 CPU ഉണ്ട്. ഫിസിക്കലി 2 CPU പ്രസൻ്റ് ആയിരിക്കും. അതിന് അതിൻ്റേതായ സെപ്പറേറ്റ് L1 ക്യാഷസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ L2 ക്യാഷ് കോമൺ ആണ്. ബസ് ഇൻ്റർഫേസും L2 ക്യാഷും കോമൺ ആണ്. അപ്പോൾ ഈ L2 ക്യാഷിനെ ഈ 2 CPU-നും ഷെയർ ചെയ്യേണ്ടി വരും. ദെൻ 64 ബിറ്റ് മൈക്രോ പ്രോസർ. 64 ബിറ്റ് മൈക്രോ പ്രോസറിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലിൻ്റെ കോർ 2 Duo ആണ്. ഇൻ്റലിൻ്റെ കോർ 2. കോർ 2 സീരീസിൽ കോർ 2 Duo ഉണ്ട്, കോർ 2 Quad ഉണ്ട്, കോർ 2 Extreme ഉണ്ട്. ഓക്കെ, 2006-ലാണ് ഇൻ്റലിൻ്റെ കോർ 2 പ്രോസേഴ്സ് വരുന്നത്. 64 ബിറ്റ് മൈക്രോ പ്രോസറാണ്. ക്ലോക്ക് സ്പീഡ് റേഞ്ചസ് ഫ്രം 1.2 GHz to 3 GHz. ഇറ്റ് ഹാസ് 291 million transistors. It has 64 KB of L1 cache per core and 4 MB of L2 cache. ഓക്കെ, ഓരോ കോറിനും 64 KB L1 cache ഉണ്ട്, സെപ്പറേറ്റ് L1 cache. L2 cache 4 MB ആണ്. സോ ഡിഫറെൻറ്റ് വേർഷൻസ്: Core 2 Duo, Core 2 Quad and Core 2 Extreme. Then next one is Intel Core i7, introduced in 2008. It is a 64-bit microprocessor. It has 4 physical cores. അപ്പോൾ ഈ ഒരു പാക്കേജിനകത്ത് 4 കോറുകൾ വരും, 4 IC വരും. ഓക്കെ, ഒറ്റ IC പാക്കേജിനകത്ത് 4 പ്രോസസ്സേഴ്സ്. ഓക്കെ, 4 കോർ ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ്സ് ക്ലോക്ക് സ്പീഡ് ഈസ് ഫ്രം 2.66 GHz to 3.33 GHz. Then it has 781 million transistors. Then it has 64 KB of L1 cache per core, 256 KB of L2 cache and 8 MB of L3 cache. അപ്പോൾ 3 ക്യാഷ് ഉണ്ട്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്,
ലെവൽ 3 ഉണ്ട്. ലെവൽ 3 8 MB ആണ്. ലെവൽ 2 256 KB ആണ്. ദെൻ ഓരോ കോറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള L1 ക്യാഷ് ഉണ്ട്, 64 KB വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് Intel Core i5 introduced in 2009. It is a 64-bit microprocessor. It has 4 physical cores. Its clock speed is from 2.40 GHz to 3.6 GHz. It has 781 million transistors. It has 64 KB of L1 cache per core, 256 KB of L2 cache and 8 MB of L3 cache. The next one is Intel Core i3, introduced in 2010. It is a 64-bit microprocessor. It has 2 physical cores. Its clock speed is from 2.93 GHz to 3.33 GHz. It has 781 million transistors. It has 64 KB of L1 cache per core, 512 KB of L2 cache and 4 MB of L3 cache. So these are the major or popular Intel processors. Okay. നമുക്കിത് കൂടാതെ AMDയുടെ കുറച്ച് പ്രോസസറിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടെ പഠിക്കാനുണ്ട്. സോ അതിൻ്റെ നോട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എക്സാമിന് പോപ്പുലറായിട്ടുള്ള നമ്മുടെ ഇൻ്റലിൻ്റെ പ്രോസറിനെ കുറിച്ചോ അല്ലെങ്കിൽ AMDയുടെ പ്രോസറിനെ കുറിച്ചോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതുക. ഓക്കെ, താങ്ക് യു.